ഹർഷ, സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ശേഷം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനായിട്ട് പിണറായി വിജയൻ നേരിട്ട് ഇറങ്ങുന്നു. അദ്ദേഹം ഇറങ്ങുകയാണ്. അദ്ദേഹം ഗൃഹസന്ദർശനം നടത്തുമെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അതേപോലെ കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ജാഥയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത്. പിണറായി വിജയൻ ഇറങ്ങിയാൽ ഇനി അത് പിടിച്ചെടുക്കാൻ കഴിയുമോ? ഇവിടെ ശബരിമല വിഷയം അവർ കൃത്യമായി പറയുന്നുണ്ട്. CPM ശബരിമല വിഷയവും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് പറയുമ്പോൾ പോലും പല മതസംഘടനകളോടുള്ള ഒത്തുചേരലും ഒക്കെ തന്നെയും CPM-ന് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത് സാധാരണക്കാർക്കും നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ തന്നെ CPM പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും അറിയാമെന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷത്തെ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ച വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ക്രിസ്തീയ വോട്ടുകളെ ചേർത്ത് പിടിക്കാനുള്ള UDF-ന്റെ നീക്കം, അതിന് ബദലായിക്കൊണ്ട് തന്നെ ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തെ ചേർത്ത് പിടിക്കാനാണ് CPM-ന്റെ പുതിയ നീക്കം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുസ്ലിം ഇതര CPM പ്രവർത്തകരെ BJP-യുമായി ചേർത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ BJP-യുമായി ചേർത്തുകൊണ്ട് CJP എന്ന് പറഞ്ഞ പുതിയ സംഘടന ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ CPM BJP തമ്മിലൊരു അന്തർധാരയുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി CPM-ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന ഹിന്ദു മതവിശ്വാസികളെ അല്ലെങ്കിൽ ഹിന്ദു വർഗീയത മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള CPM-ന്റെ പല പ്രവർത്തനങ്ങളും വലിയ രീതിയിൽ ചോദ്യചിഹ്നമായിട്ടുണ്ട്. ഒരു സമയത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് പലരും ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്, ഹിന്ദുമത വിശ്വാസികളെ ചേർത്ത് പിടിക്കാൻ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഇത്തരത്തിൽ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെയും അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കാൻ മറ്റു പല സംഗമങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM കഴിഞ്ഞ ദിവസം താങ്കളെടുത്ത ഇന്റർവ്യൂവില് ആളുടെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നായർ കമ്മ്യൂണിറ്റിയുള്ളവരെ പിടിക്കാനായിട്ട് ജി സുകുമാരൻ നായർ, ഈഴവ കമ്മ്യൂണിറ്റിയുള്ളവരെ പിടിക്കാനായിട്ട് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, പിന്നോക്ക സമുദായ പുന്നല ശ്രീകുമാർ, മധ്യ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അവസാന വാക്കെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ജോസ് കെ മാണി, ഇവരെ എല്ലാവരും ഒപ്പം നിർത്തിയിട്ടും പണി പാളുന്നൊരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതെ, അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ഇതര CPM-കാർ ഇനിയിപ്പോൾ മുസ്ലിം മതവിഭാഗത്തെ ഇനി ഉന്നം വെച്ചുകൊണ്ട് നീങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിന് കിട്ടിയ ഒരു കൃത്യമായി വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു മറ്റത്തൂരിൽ കോൺഗ്രസിന്റെ അംഗങ്ങളെല്ലാം തന്നെ 8 അംഗങ്ങൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് പിന്നീട് BJP-യിലേക്ക് പോകുന്നതും വിമതരെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ കൃത്യമായി CPM-ന്റെ ഭാഗത്തു നിന്നും CPM ചെക്ക് വെക്കുന്നത് CPM-നെ അല്ലെങ്കിൽ LDF-നെ മറ്റത്തൂരിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിന് വേണ്ടി BJP-യുമായി ചേർന്ന് കോൺഗ്രസ് നടത്തിയ ഒരു കളിയാണ് അവിടെ നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ CPM-ഉം BJP-യും തമ്മിലൊരു അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നിടത്ത് അതിനെ മാറ്റി ഞങ്ങൾക്കല്ല കോൺഗ്രസുകാർക്കാണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ അതിന് കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമായി തന്നെ CPM ഉപയോഗിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിന് കൃത്യമായി ഇപ്പോ ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള കോൺഗ്രസിന് വേണ്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ബുൾഡോസർ രാജ് പോലെയുള്ള കർണാടകയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ഒരു വിഷയം പോലും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സമാനമായി ബീഫ് നിരോധനത്തിന്റെ കാലത്തായിരുന്നു 15 കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത്തരത്തിലൊരു പ്രചാരണവുമായി മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ അന്ന് ഇറങ്ങിയിരുന്നത്. അന്ന് പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്കുള്ള ദൂരം അടുത്തായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഇറങ്ങിയത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അടുത്ത ഒരു തവണയും കൂടി CPM വന്നാൽ ഇനി മുഖ്യമന്ത്രി ആകുമോ എന്നൊരു സംശയം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഇനി ഇറങ്ങാൻ സാധ്യതയുണ്ടോ? അല്ല, ഇപ്പോഴും CPM-ന് ഈ അടുത്ത നാളുകളിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു അന്തരീക്ഷം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഒറ്റ വാക്കിൽ തന്നെയാണ് ഒതുങ്ങുന്നത്. ഇനിയും ചിലപ്പോൾ അടുത്ത തവണ അധികാരത്തിൽ വന്നാൽ മറ്റു പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വീണ്ടും പിണറായി 3.0 എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അടുത്ത തവണയും CPM അധികാരത്തിൽ വന്നാൽ LDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അത് 5 വർഷം കംപ്ലീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ പൂർത്തിയാക്കുമോ എന്നുള്ളത് മറ്റൊരു സംശയമാണ്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ 5 വർഷം പൂർത്തിയാക്കുമോ എന്നുള്ളത് സംശയം. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 1.5 വർഷം മുഖ്യമന്ത്രിയായിരുന്നിട്ട് വേറൊരാളിലേക്ക് ബാറ്റൺ കൈമാറാൻ നിൽക്കുന്നത്. അത് ആരാണെന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവിടെ അവശേഷിക്കുകയാണ്. ഇപ്പോൾ പല ഘടകങ്ങളിൽ നിന്നും KK ശൈലജ ടീച്ചർ ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്കിനാണ് CPM ഒരുങ്ങുന്നത് കേരളത്തിൽ. അതേപോലെ 35ഓളം വരുന്ന പഴയ MLA-മാർക്ക് 2 ടൈം വ്യവസ്ഥ എന്നുള്ളത് മാറ്റിക്കൊടുക്കാനുള്ള സാധ്യത കാണുന്നു. പിന്നെ സംഘടനാ ദൗർബല്യം, ആത്മവിശ്വാസം, ഇതെല്ലാം തന്നെ ആത്മവിശ്വാസം കുറച്ചുകൊണ്ട് പണിയെടുക്കും. സംഘടനാ ദൗർബല്യം നഗര കേന്ദ്രങ്ങളിലും ഗ്രാമീണ കേന്ദ്രങ്ങളിലും ഉള്ളതെല്ലാം പരിഹരിക്കുമെന്നൊക്കെയാണ് ഗോവിന്ദ മാഷ് പറയുന്നത്.
അല്ല ഇങ്ങനെയാണെങ്കിൽ പോലും എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്പോ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പറയുന്ന സംഘടനകൾ ക്രിസ്തീയ വോട്ടിനായി ജോസ് കെ മാണിയെയും കൂട്ടരെയും ചേർത്ത് പിടിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെയും കൂട്ടരെയും അല്ലെങ്കിൽ സുകുമാരൻ നായരെയും കൂട്ടരെയും ചേർത്ത് പിടിച്ചിട്ടും ഈ ചേർത്ത് പിടിക്കലുകളാണ് യഥാർത്ഥത്തിൽ CPM-നെ പ്രതിസന്ധിയിലാക്കിയത്. ഈ ചേർത്ത് പിടിക്കലുകൾ തന്നെയാണ് CPM-ന് തിരിച്ചടിയായത് എന്നുള്ളതാണ്. ഇത്രയും മത സംഘടനകൾ ചേർന്ന് നിന്നിട്ട് പോലും CPM-ന് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പരാജയം അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തുന്നതിനേക്കാൾ ഒരുപാട് ദൂരെ മാറി നിൽക്കാൻ അല്ല, പരസ്യമായിട്ടൊരു വർഗീയ ധ്രുവീകരണത്തിന് CPM മുൻകൈ എടുക്കുന്നു എന്നൊരു തോന്നൽ മൊത്തത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി. അതൊരു ആന്റി ഇൻകംബൻസി ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ജില്ലാതലത്തിൽ ജില്ലാ ഡിവിഷനുകൾക്കുള്ള വോട്ട് പാർട്ടിയുടെ അടിത്തറ എങ്ങും പോയിട്ടില്ല. പക്ഷേ CPM-ന് പോകേണ്ട റൂട്ട് ഇതല്ല. CPM-ന് വേറൊരു റൂട്ടാണ്. അവർ ഇത്തരത്തിലുള്ളൊരു മൃദു ഹിന്ദു സമീപനം അല്ല സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ വർഗീയ ചേരിതിരിവിന് നാക്ക് വളയ്ക്കുന്ന വെള്ളാപ്പള്ളിയെ പോലുള്ളവരെയല്ല ചേർത്ത് പിടിക്കേണ്ടതെന്നൊരു കൃത്യമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് അടിയോടുകൂടി ജനങ്ങൾ ഇടതുപക്ഷത്തിന് നൽകുന്നുണ്ട്. അപ്പം അതെല്ലാം മാറി കൃത്യമായി ജനങ്ങളിൽ നിന്ന് പഠിച്ച് പ്രവർത്തിക്കുമെന്നും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്നും പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. അത് CPI ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വരും കാലങ്ങളിൽ നോക്കൂ, CPM എന്ന് പറഞ്ഞാൽ പഠിച്ച് തിരിച്ചു വരാൻ കഴിയാത്ത പാർട്ടിയൊന്നുമില്ല. സംഘടനാ സംവിധാനം കൊണ്ട് നമ്മളെ വിസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു തരത്തിലുള്ള തിരിച്ചുവരവ് CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് അത് വർദ്ധിക്കുന്നതോടൊപ്പം CPM എന്താണ് ചെയ്തത് നോക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു CPM-ഉം BJP-യും. പക്ഷേ തിരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി എവിടെ നിരീക്ഷണം നടത്തണം? CPM ആണ് ഇത്തരത്തിലുള്ള നിരീക്ഷണം കോൺഗ്രസിന് നേരെ നടത്തിക്കൊണ്ടിരുന്നത്. BJP ഒരു സൈഡ് പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് സസൂക്ഷ്മം വീക്ഷിക്കണം. അവർ കരുതി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു തുടർഭരണം ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ ട്രാക്ക് മാറ്റി പിടിക്കേണ്ട സമയമായി പുളിശരത്തെ എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വെക്കാനാകുന്നത്. പക്ഷെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഇത്തരത്തിൽ BJP ഒരു സൈഡ് പിടിച്ചിങ്ങനെ പോരുന്നുണ്ട് എന്ന് പറയുമ്പോഴും CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരിടുന്ന സമയത്ത് സൈലന്റ് ആയിരുന്നു കൊണ്ട് BJP പ്രവർത്തിക്കുന്നത് ഇവർ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണോ അതോ BJP എത്രത്തോളം വളരുമെന്ന് നോക്കട്ടെ, ഞങ്ങൾ രണ്ടുപേരും BJP വളരുമെന്നുള്ളതല്ല, BJP-യുടെ വളർച്ച ഇനി തടയാൻ കഴിയില്ല. അതിന് ഉത്തമ ഉദാഹരണമുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ പോയത്. പണ്ട് BJP കേരളത്തിൽ വരുമെന്ന് പറഞ്ഞിവിടെ CPM-ഉം കോൺഗ്രസും പ്രത്യേകിച്ച് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇവിടെ തടയിടാനുള്ള ശ്രമം നടത്തിയില്ല. ഇടയ്ക്ക് വെച്ച് CPM-നെ BJP വിഴുങ്ങിയെന്ന് പറയുന്നു. അവർ വന്നു കഴിഞ്ഞു. അവർക്ക് ഇനി എന്തായാലും ഗ്രാജുവലായിട്ടൊരു ഗ്രോത്ത് കേരളത്തിൽ ഉണ്ടാകും. അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം പോലൊരു കോർപ്പറേഷൻ കിട്ടിയ സ്ഥിതിക്ക് അവിടെ 5000 കോടി രൂപയുടെ പദ്ധതി എങ്ങാണ്ടാണ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ അത് വെച്ച് തിരുവനന്തപുരം വെച്ച് ബാക്കി ജില്ലകളിലേക്കും അവരുടെ സംഘടനാ പെനിട്രേഷൻ വലിയ രീതിയിൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പറയുന്നതിൽ വളരെ തെറ്റൊന്നുമില്ല. വളർച്ച എത്തുന്നതിന് മുമ്പ് തടയണമായിരുന്നു. വളർന്ന് പന്തലിച്ചിട്ട് ഇനി തടയുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു ഗോത്രൂ ആയിട്ട് പോകത്തതേ ഉള്ളൂ. CPM-നും കോൺഗ്രസിനും അത് ഒരു പരിധിവരെ തടുക്കാൻ കഴിഞ്ഞില്ല, ദേശീയ തലത്തിൽ തടുക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ ആ വളർച്ചയിൽ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. കോൺഗ്രസിനൊരു ഇടിവ് വന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ എങ്ങോട്ട് പോയത്? BJP-യിലേക്ക് പോയത്. സംഘടനാപരമായിട്ടും അല്ലാതെയും ഈ നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിയില്ല. നോക്കൂ, കോൺഗ്രസിന്റെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? BJP-യുടെ 20% വോട്ടിൽ നിന്ന് 16% എടുത്ത് ബാക്കി 4% വോട്ട് എങ്ങോട്ടേക്ക് പോയി? കോൺഗ്രസിലേക്ക് പോയി. CPM-ന്റെ ഇടിവ് സംഭവിച്ച 1.5% വോട്ട് അങ്ങോട്ട് പോയി, അതും കോൺഗ്രസിലേക്ക് പോയി. അതാണ് പറഞ്ഞത്, BJP-ക്ക് കൃത്യമായിട്ടുള്ളൊരു വളർച്ചയുണ്ട്. അതിനെ തടയിടുക എന്നല്ലാതെ ഇനി പിടിച്ചു നിർത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ CPM-ഉം കോൺഗ്രസും ശ്രമിക്കേണ്ടത്.